ശക്തമായ കാറ്റും മഴയും തീരദേശത്തെ ജനങ്ങൾ കടുത്ത ആശങ്കയിൽ. പ്രക്ഷുബ്ധമായ കടൽ തീരത്ത് നാശം വിതയ്ക്കുമെന്ന ഭീതിയിലാണ് മത്സ്യത്തൊഴിലാളികളും തീരദേശ ജനതയും. ആലപ്പുഴ ജില്ലയുടെ തെക്കൻ പ്രദേശങ്ങളിലാണ് ഏറ്റവും കൂടുതലായി കടൽ തീരം നഷ്ടപ്പെടാനുള്ള സാധ്യത. കുട്ടനാടൻ ജലാശയങ്ങളിൽ അടിഞ്ഞുകൂടിയ എക്കലും മണ്ണും മാറ്റിയാൽ സംഭരണശേഷി കുറഞ്ഞതിനാൽ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്ക സാധ്യതകളും ഉണ്ടാകും. കഴിഞ്ഞ വർഷങ്ങളിൽ കുട്ടനാട്ടിലെ വെള്ളപ്പൊക്കം ഒഴിവാക്കാനെന്ന പേരിൽ തോട്ടപ്പള്ളി പൊഴിമുഖത്തു നിന്നും അമിതമായ അളവിൽ കരിമണൽ ഖനനത്തിന് വഴിവെച്ചതുമാണ് ഇത്രയധികം തീരം നഷ്ടപ്പെടാനുള്ള സാധ്യതയായി കാണുന്നത്. ഇപ്പോഴും നിരവധി വീടുകൾ കടലാക്രമണ ഭീഷണി നേരിടുന്നു. വെള്ളപ്പൊക്ക, കടൽക്ഷോഭ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ നടത്താൻ വേണ്ടപ്പെട്ടവർ ശ്രമിച്ചില്ല എന്നത് വലിയ പ്രതിഷേധത്തിന് കാരണമായി. കടൽക്ഷോഭം രൂക്ഷമായി വരുമ്പോൾ അശാസ്ത്രീയവും അധിക ചെലവിന് കാരണമാകുന്ന ജിയോ ട്യൂബുകൾ നിരത്തി ഉത്തരവാദിത്വങ്ങളിൽ നിന്നും രക്ഷപ്പെടാനാണ് അധികൃതർ ശ്രമിക്കുന്നത്. ഇക്കാലം അത്രയും കടൽക്ഷോഭ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ പേരിൽ കോടികളുടെ നഷ്ടമാണ് ഖജനാവിന് വരുത്തിവെച്ചത്. ഉദ്യോഗസ്ഥ രാഷ്ട്രീയ കരാർ മാഫിയയുടെ വലിയൊരു സാമ്പത്തിക സ്രോതസ്സായി കടൽക്ഷോഭ പ്രതിരോധ പ്രവർത്തനങ്ങൾ മാറിയതുകൊണ്ടാണ് ശാശ്വതമായ തീരസംരക്ഷണം എന്ന ആശയം ചർച്ച ചെയ്യാൻ പോലും മടിക്കുന്നത്.